ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കുണ്ടായിരുന്ന ഓട്ടം പെരുമ്പാവൂർക്കായിരുന്നു. പെരുമ്പാവൂർക്ക് ഇപ്പോൾ കുറച്ച് കുറവാണ് ഓട്ടങ്ങളൊക്കെ. അപ്പോൾ പുതിയതായിട്ട് ഒരു ടീം വന്നതാണ്. സംഭവം ഒരു പഴയ ടീമാണ്. നമ്മൾ ഒരുപാട് കാലം ഇവരെ വണ്ടി ഓടിയിരുന്നതാണ്. പിന്നീട് അവർ സ്വന്തമായിട്ട് വണ്ടി മേടിച്ച് അപ്പം അതിന് ശേഷം നമ്മളെ അങ്ങനെ ഓട്ടം വിളിക്കാറുണ്ടായില്ല. ഇപ്പം ഒരു 2-3 ദിവസമായിട്ട് ഇപ്പം നമ്മളെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. അവരെ വണ്ടി ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആവുന്നതിൻ്റെ പേരിൽ. അങ്ങനെ ഇന്നത്തെ ദിവസം നമുക്കുണ്ടായിരുന്ന ഓട്ടം മഹാഗണി മാത്രമായിട്ടായിരുന്നു. അപ്പോൾ മഹാഗണി സെപ്പറേറ്റ് മാത്രം കൊണ്ടുപോകണമെങ്കിൽ അത്യാവശ്യം റേറ്റ് കിട്ടും. മറ്റുള്ള മരങ്ങളായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ റേറ്റും അതേപോലെ തന്നെ മിക്സ് ആവും. ഇപ്പോൾ ഏകദേശം 50 ഇഞ്ച് താഴെയുള്ള മഹാഗണിയാണ് ഇപ്പോൾ അവർ കട്ട് ചെയ്തിട്ട് ഇന്ന് ലോഡ് ചെയ്തേക്കണം. ഇപ്പം ഏകദേശം 3940 കിലോ ഉണ്ടായിരുന്നു മൊത്തത്തിൽ. ഏകദേശം കുഴപ്പമില്ലാത്തൊരു റേറ്റും അവർക്ക് കിട്ടി. 9600 രൂപ ഒരു ടണ്ണിന് വെച്ചിട്ടാണ് അവർക്ക് കിട്ടിയത്. സാധാരണ മില്ലിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതലും പൈസ കിട്ടും. അപ്പോൾ ഈ ചെറിയ കഷ്ണങ്ങളൊന്നും മില്ലിലെടുക്കില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ മില്ലിൽ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുള്ളത്, പാർട്ടിക്കാർ വന്ന് എടുക്കുന്നത് വരെ മില്ലിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കണം. അത് മാത്രമല്ല, പൈസ ഒക്കെ ചിലപ്പോൾ റെഡി പേയ്മെൻ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ കുറച്ച് തരും, പിന്നെ പൈസ പിന്നെ തരാമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുവിധം മരം വെട്ടുകാരിപ്പോൾ എല്ലാവരും വലിയ തടിയാണെങ്കിൽ പോലും കട്ടൻസിന്, അതായത് പെരുമ്പാവൂർക്ക് പ്ലൈവുഡിന് വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കണം. ഇപ്പോൾ പണിക്കാർ അത് ലോഡ് കയറ്റുന്ന അതാണ് ഈ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് അടക്കി വെച്ചാൽ, നമുക്ക് ഗ്യാപ്പുകളൊന്നും ഇല്ലാണ്ട് വെച്ചാൽ നല്ല വൃത്തിയായിരിക്കും. ലോഡും കുഴപ്പമില്ലാത്ത രീതിയിൽ കയറും. ഇപ്പോൾ ഈ പണിക്കാർ നല്ല വൃത്തിക്ക് അടക്കുന്ന പണിക്കാരാണ്. നമ്മളെ ചില ഓട്ടം വിളിക്കുന്ന കുറച്ച് പണിക്കാരുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ടീമുകളുണ്ട്. അവർക്കൊന്നും അങ്ങനെ വലിയ വൃത്തിയൊന്നുമില്ല. കിട്ടിയ പോലെ അങ്ങോട്ട് എടുത്താണ്ട് വയ്ക്കും. ഇപ്പോൾ ഒരു വണ്ടിയിൽ അടക്കി വെച്ചേക്കണ കണ്ടു കഴിഞ്ഞാൽ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെ വണ്ടിയിൽ ലോഡൊക്കെ ചെയ്ത് നമ്മൾ സൈറ്റിൽ ചെന്നതിന് ശേഷം നമ്മൾ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക, എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. എല്ലാവർക്കും താങ്ക് യു.